ഹലോ തുടങ്ങിയോ ഹലോ തുടങ്ങിയോ കേൾക്കാം. അപ്പം ടോപ്പിക് റീനൽ കാൽക്കുലസ്. റീനൽ കാൽക്കുലസ് എന്ന് വെച്ചാൽ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ നെഫ്രോലിത്തിയാസിസ്. ഇപ്പം മൂന്നും ഒരേ ടേമാണ്. റീനൽ കാൽക്കുലസ്, കിഡ്നി സ്റ്റോൺ, നെഫ്രോലിത്തിയാസിസ്. ഇത് മോർ കോമൺ ഇൻ മെയിൽസിലായിരിക്കും ഏറ്റവും കൂടുതൽ. 90% സ്റ്റോൺസും ഒപ്പേക് സ്റ്റോൺസും ആയിരിക്കും. ഇനി എറ്റിയോളജി പറയുമ്പം ഫസ്റ്റ് എറ്റിയോളജി ആണ് ഡയറ്റ്. ഡയറ്റിനകത്ത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ള ഡയറ്റ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് ഡീസ്കോമേഷൻ ഓഫ് എപ്പിത്തീലിയം നടക്കും. ഡീസ്കോമേഷൻ ഓഫ് എപ്പിത്തീലിയത്തിന് ഡീസ്കോമേഷൻ നടന്നിട്ട് അത് സ്റ്റോൺ ഫോർമേഷന് കാരണമാകും. അപ്പം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഡീസ്കോമേഷൻ ഓഫ് എപ്പിത്തീലിയം നടക്കും, വിച്ച് ലീഡ്സ് ടു സ്റ്റോൺ ഫോർമേഷൻ. ഇനി രണ്ടാമത്തതാണ് ഹോട്ട് ക്ലൈമറ്റ്. ഹോട്ട് ക്ലൈമറ്റിന്റെ സമയത്ത് എന്ന് വെച്ചാൽ യൂറിനറി സൊല്യൂട്ട്സ് കൂടുതലായിരിക്കും. ഈ സൊല്യൂട്ട്സിന് കീലേഷൻ നടന്നിട്ട് അതും സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാക്കും. അപ്പം ഹോട്ട് ക്ലൈമറ്റിൽ യൂറിനറി സൊല്യൂട്ട്സ് കൂടുതലായിരിക്കും, അതായിരിക്കും സ്റ്റോൺ ഫോർമേഷന് കാരണം. ഇനി മൂന്നാമത്തെ എറ്റിയോളജി ആണ് ഡിക്രീസ്ഡ് സിട്രേറ്റ് ലെവൽസ്. നോർമൽ സിട്രേറ്റ് ലെവൽസ് എന്ന് വെച്ചാൽ 300 to 900 mg/24 hours ആയിരിക്കും യൂറിനിലെ നോർമൽ സിട്രേറ്റ് ലെവൽസ്. ഈ സിട്രേറ്റ് ലെവൽസ് ആണ് കാൽസ്യം ഫോസ്ഫേറ്റും കാർബണേറ്റും ഒക്കെ യൂറിനൽ ഒരു സോല്യൂബിൾ സ്റ്റേറ്റിൽ നിർത്തുന്നത്. അപ്പൊ ഈ സിട്രേറ്റ് കുറയുവാണെങ്കിൽ ഈ കാൽസ്യം ഫോസ്ഫേറ്റും കാർബണേറ്റും ഒക്കെ ചെന്ന് സോൾട്ട് ഫോർമേഷന് കാരണമാകും. അതാണ് ഡിക്രീസ് ഇൻ സിട്രേറ്റ് ലെവൽസ്. അടുത്ത കാരണമാണ് ഇൻഫെക്ഷൻസ് ഇൻ കിഡ്നി. ഈക്കോളൈ, സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് പ്രോട്ടീസ്, ഈ ഓർഗാനിസം കൊണ്ടുള്ള ഇൻഫെക്ഷൻസ്. ഈ ഓർഗാനിസം എന്ന് വെച്ചാൽ യൂറിയ അതുപോലെ തന്നെ അമോണിയ സ്പ്ലിറ്റിംഗ് ഓർഗാനിസം ആണ്. അപ്പൊ യൂറിയ അമോണിയ ഒക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ സോൾട്ട് ചേർന്ന് സ്റ്റോൺ ഫോർമേഷന് കാരണമാകും. അപ്പം ഇൻഫെക്ഷൻസ് ഇൻ കിഡ്നി, ഈക്കോളൈ, സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് പ്രോട്ടിയസ്, ഈ ഇൻഫെക്ഷൻസ് വന്നാലും സ്റ്റോൺ ഫോർമേഷന് കാരണമാകും. ഇനി അടുത്തത് പറയുന്നത് പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷൻ. പ്രൊലോങ്ഡ് ആയിട്ട് ഇമ്മൊബിലൈസേഷൻ നടക്കുമ്പോൾ ബോൺസിന് ഡീകാൽസിഫിക്കേഷൻ നടക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കാൽസ്യത്തിന്റെ അളവ് കൂടും. അളവ് കൂടുമ്പോൾ ഹൈപ്പർ കാൽസിയൂറിയ. ഡീകാൽസിഫിക്കേഷൻ ഓഫ് ബോൺസ് ലീഡ് ടു ഹൈപ്പർ കാൽസിയൂറിയ. അപ്പം കാൽസ്യം കൂടിയിട്ട് അതും സ്റ്റോൺ ഫോർമേഷന് കാരണമാകും. അപ്പം പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷൻ. ഇനി അടുത്ത എറ്റിയോളജി ആണ് ഹൈപ്പർ പാരാതൈറോയിഡിസം. അതായത് പാരാതൈറോയിഡ് ഹോർമോൺ കൂടുന്നു. പാരാതൈറോയിഡ് ഹോർമോൺ കൂടുമ്പം കാൽസ്യം കൂടും. അപ്പം ഹൈപ്പർ കാൽസിയൂറിയ. അത് ലീഡ്സ് ടു മൾട്ടിപ്പിൾ സ്റ്റോൺസ് അല്ലെങ്കിൽ നെഫ്രോകാൽസിനോസിസ്. ഈ നെഫ്രോകാൽസിനോസിസ് എന്ന് വെച്ചാൽ ഹൈപ്പർ പാരാതൈറോയിഡ് ഹോർമോൺ കൂടുന്ന സമയത്ത്, അതായത് ഹൈപ്പർ പാരാതൈറോയിഡിസത്തിന്റെ സമയത്ത് കാൽസ്യം സോൾട്ട്സ് റീനൽ പാരൻകൈമയില് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ കണ്ടീഷനാണ് നെഫ്രോകാൽസിനോസിസ്. അതായത് ഡെപ്പോസിഷൻ ഓഫ് കാൽസ്യം സോൾട്ട്സ് ഇൻ റീനൽ പാരൻകൈമ ഡ്യൂ ടു ഹൈപ്പർ പാരാതൈറോയിഡിസം. അതാണ് നെഫ്രോകാൽസിനോസിസ്. ഇനി അടുത്ത എറ്റിയോളജി ആണ് ഹൈപ്പർ ഓക്സാൽയൂറിയ. ഇത് വെച്ചാൽ അൾട്ടേർഡ് ഗ്ലൈസിൻ മെറ്റബോളിസം അൾട്ടർ ചെയ്യുന്ന സമയത്ത് ഓക്സലേറ്റ്സ് കൂടും. അങ്ങനെ ഹൈപ്പർ ഓക്സാൽയൂറിയ ഉണ്ടാകും. അതും സ്റ്റോൺ ഫോർമേഷൻ ഒരു കാരണമാണ്. പിന്നെ അടുത്തത് സിസ്റ്റിന്യൂറിയ. യൂറിനകത്ത് സിസ്റ്റിന്റെ അളവ് കൂടുമ്പോൾ ഡിഫക്റ്റീവ് സിസ്റ്റിൻ മെറ്റബോളിസം, അങ്ങനെ സിസ്റ്റിന്യൂറിയ. പിന്നെ യൂറിനറി ഫ്ലോയ്ക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ സ്റ്റാസിസ്, ഇങ്ങനെ യൂറിൻ വെളിയിലോട്ട് പോകാതെ സ്റ്റാസിസ് ആയിട്ട് കെട്ടി നിന്ന് അങ്ങനെയും സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകും. അതൊരു കോസ് ആണ്. പിന്നെ മെഡുലറി സ്പോഞ്ചി കിഡ്നി. ഈ മെഡുലറി സ്പോഞ്ചി കിഡ്നി എന്ന് വെച്ചാൽ കൺജനൈറ്റൽ കണ്ടീഷൻ ആണ് റീനൽ ട്യൂബ്യൂൾസിന്റെ ഒരു സിസ്റ്റിക് ഡയലറ്റേഷൻ. ഇത് റീനൽ കാൽക്കുലസും അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു മെയിൻ കോസ് ആണ് മെഡുലറി സ്പോഞ്ചി കിഡ്നി. ഇനി അടുത്ത രണ്ട് തിയറി പോലത്തുള്ള സംഭവമാണ് പറയുന്നത് റാൻഡൽസ് പ്ലേഗ് തിയറിയും കാർസ് പോസ്റ്റുലേറ്റും. ഈ ആദ്യം റാൻഡൽസ് പ്ലേഗ് തിയറി. ഈ തിയറി പറയുന്നത് വെച്ചാൽ യൂറിനറി സോൾട്സിന് ഇറോഷനും ഡെപ്പോസിഷനും ഒക്കെ നടന്നിട്ട് അത് പ്ലേക്ക് ആയിട്ട് റീനൽ പാപ്പിലയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് സ്റ്റോൺ ഫോർമേഷന് കാരണമാകുന്നത്.
erosion and deposition of urinary salts as Randall's plaque. റാൻഡൽസ് പ്ലേക്ക് ആയിട്ട് റീനൽ പാപ്പിലയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് റാൻഡൽസ് പ്ലേക്ക് തിയറി. ഇനി അടുത്തത് വെച്ചാൽ കാൾസ് പോസ്റ്റുലേറ്റ്. ഇതിനകത്ത് പറയുന്നത് വെച്ചാല് നമ്മുടെ നോർമലി നമ്മുടെ റീനൽ ട്യൂബ്യൂളിന്റെ സബ് എൻഡോത്തീലിയൽ പാർട്ടില് മൈക്രോലിത്തുകൾ കാണും, കുഞ്ഞു മൈക്രോലിത്തുകൾ കാണും. ഇത് നോർമലി റീനൽ ലിംഫാറ്റിക്സ് ആണ് ഇതിനെ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നോർമലി യൂറിന്റെ കൂടെ തന്നെ ഈ മൈക്രോലിറ്റ്സ് പോകും, ലിംഫാറ്റിക്സ് കൂടെ ഒക്കെ പോകും. പക്ഷെ ഇനിയിപ്പോ ലിംഫാറ്റിക്സ് ബ്ലോക്ക് ആവുന്ന സമയത്ത് ഈ മൈക്രോലിത്ത് എൻലാർജ് ചെയ്തിട്ട് അത് സ്റ്റോൺ ഫോർമേഷന് കാരണമാകും. അതാണ് കാൾസ് പോസ്റ്റുലേറ്റ്. മൈക്രോലിത്ത് ലിംഫാറ്റിക്സിന് ബ്ലോക്ക് ഉള്ള സമയത്ത് മൈക്രോലിറ്റ്സ് എൻലാർജ് ചെയ്തിട്ട് സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകാം. ഇതാണ് കാൾസ് പോസ്റ്റുലേറ്റ്. പിന്നെ കുറെ അതർ കോസ് പറയുന്നുണ്ട്. സാർക്കോയിഡോസിസ്, ഗൗട്ട്, മൈലോമെറ്റോസിസ്, ഇഡിയോപ്പതിക് ഹൈപ്പർ കാൽസ്യൂരിയ, ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി, ഇതൊക്കെ കാൽസ്യം കൂടുന്ന കണ്ടീഷൻ. അങ്ങനെ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകുന്നു. പിന്നെ ഒരു എറ്റിയോളജി ആണ് റീനൽ ട്യൂബുലർ അസിഡോസിസ്. ഇത്രയാണ് എറ്റിയോളജിക്കകത്ത് പറയുന്നത്. എറ്റിയോളജി മനസ്സിലായോ? ഹലോ, ഇനി പറയണോ? സമ്മറൈസ് ചെയ്താൽ മതിയോ? ഹലോ, ലാസ്റ്റ് സമ്മറൈസ് ചെയ്താൽ മതി. ഇനി അടുത്തതെന്ന് വെച്ചാല് സ്റ്റേജസ് ഓഫ് സ്റ്റോൺ ഫോർമേഷൻ. ആദ്യം എന്ന് വെച്ചാൽ സൂപ്പർ സാച്ചുറേഷൻ ഓഫ് യൂറിനകത്ത് കുറെ സോൾട്ട് വന്ന് സൂപ്പർ സാച്ചുറേഷൻ നടക്കും. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഹൈപ്പർ ഓക്സാൽ യൂറിയ, സിസ്റ്റിൻ യൂറിയ, ഹൈപ്പർ കാൽസി യൂറിയ, ഈ സോൾട്ട്സ് ഒക്കെ വന്നിട്ട് ഈ സോൾട്ട് യൂറിനറി സൂപ്പർ സാച്ചുറേഷൻ നടക്കും. സൂപ്പർ സാച്ചുറേഷൻ ഓഫ് യൂറിൻ അത് കഴിഞ്ഞിട്ട് കുഞ്ഞു ന്യൂക്ലിയസ്, ഈ സൂപ്പർ സാച്ചുറേഷൻ കഴിഞ്ഞ് കുഞ്ഞു ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസ് പിന്നെ ക്രിസ്റ്റൽ ഫോമിൽ ഉണ്ടാകാൻ തുടങ്ങും. അതാണ് ക്രിസ്റ്റലൈസേഷൻ. പിന്നെ ക്രിസ്റ്റൽസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു മെട്രിക്സ് പോലെ ക്രിസ്റ്റൽസ് എല്ലാം കൂടെ മെട്രിക്സ് പോലെ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവുന്നു. ആദ്യം സൂപ്പർ സാച്ചുറേഷൻ, എന്നിട്ട് ന്യൂക്ലിയസ് ഫോർമേഷൻ, എന്നിട്ട് പിന്നെ ക്രിസ്റ്റൽസ് ഉണ്ടാവുന്നു. അതാണ് ക്രിസ്റ്റലൈസേഷൻ. ഈ ക്രിസ്റ്റൽസ് എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്യുന്നു, മെട്രിക്സ് ഫോം ചെയ്യുന്നു, എന്നിട്ട് സ്റ്റോൺ ഫോർമേഷൻ. ഇതാണ് സ്റ്റേജസ് ഓഫ് സ്റ്റോൺ ഫോർമേഷൻ. സൂപ്പർ സാച്ചുറേഷൻ, ന്യൂക്ലിയസ് ഫോർമേഷൻ, ക്രിസ്റ്റലൈസേഷൻ, അഗ്രിഗേഷൻ, മെട്രിക്സ് ഫോർമേഷൻ ആൻഡ് ലാസ്റ്റ് സ്റ്റോൺ ഫോർമേഷൻ. ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് കാൽസ്യം കിഡ്നി സ്റ്റോൺസ്. ഒരു 8 ടൈപ്പ് ഓഫ് സ്റ്റോൺസ് പറയുന്നുണ്ട് കിഡ്നി സ്റ്റോൺസ്. അപ്പൊ ഫസ്റ്റ് ആണ് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺസ്. കാണുന്നുണ്ടല്ലോ, കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺസ്. ഈ സ്റ്റോൺസ് കാണുന്ന പോലെ തന്നെ ഒരു ബ്രൗൺ കളറാണ്, ഷാർപ്പ് പ്രൊജക്ഷൻസ് ഉണ്ട്, ഒരു മൾബറി അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് ഇതിനെ മൾബറി സ്റ്റോൺ എന്നാ പറയുന്നത്. ബ്രൗൺ കളറില് ഷാർപ്പ് പ്രൊജക്ഷൻസ്, മൾബറി സ്റ്റോൺസ്. ഇതൊന്ന് ഈ ഓക്സലേറ്റ് സ്റ്റോൺസ് മെയിൻലി കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ആയിരിക്കും. ഇനി ഇതിന്റെ യൂറിനകത്ത് ഇതിന്റെ ക്രിസ്റ്റൽസ് ഒരു എൻവലപ്പ് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. അതാണ് ഓക്സലേറ്റ് സ്റ്റോൺസ്. ഇനി രണ്ടാമത്തതാണ് ഫോസ്ഫേറ്റ് സ്റ്റോൺസ്. ഇതൊരു 10 to 50% സ്റ്റോൺസ് ഫോസ്ഫേറ്റ് സ്റ്റോൺസ്. ഇതൊന്നെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആകാം, അല്ലെങ്കിൽ കാൽസ്യം, മഗ്നീഷ്യം, അമോണിയം ഫോസ്ഫേറ്റ് ആകാം. ആണ് ഫോസ്ഫേറ്റ് സ്റ്റോൺസ്. അപ്പിയറൻസ് സ്മൂത്ത് ആയിരിക്കും, വൈറ്റ് ആയിരിക്കും. ഇനി ഈ ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ആൽക്കലൈൻ യൂറിനിൽ എൻലാർജ് ചെയ്യും. അപ്പൊ ഉണ്ടാകുന്നതാണ് സ്റ്റാഗ്ഹോൺ കാൽക്കുലസ്. ഇതും ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാം, സ്റ്റാഗ്ഹോൺ കാൽക്കുലസ്. അപ്പൊ സ്റ്റാഗ്ഹോൺ കാൽക്കുലസ് എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ആണ്. ആൽക്കലൈൻ യൂറിനകത്ത് ഫോസ്ഫേറ്റ് സ്റ്റോൺസ് റാപ്പിഡ് ആയിട്ട് എൻലാർജ് ചെയ്യുന്നു. അതായത് റീനൽ കാലിക്സ് മൊത്തത്തില് വലിയ സ്റ്റോൺസ് ആണ്. ഇത് കാണുന്നോട്ട് തന്നെ വലിയ സ്റ്റോൺസ് ആണിത്. റീനൽ കാലിക്സിനകത്ത് മൊത്തത്തിൽ ഫില്ല് ചെയ്തിരിക്കുന്ന വലിയ സ്റ്റോൺസ് ആണ്. അതുപോലെ റേഡിയോ ഒപ്പേക് സ്റ്റോൺസ് ആണ്. ഇതാണ് സ്റ്റാഗ്ഹോൺ സ്റ്റോൺസ്. ഇനി അടുത്തതാണ് യൂറിക് ആസിഡ് കിഡ്നി സ്റ്റോൺസ്. സ്മൂത്ത് ആണ്, ഹാർഡ്, യെല്ലോയിഷ് ആണ്. മൾട്ടിപ്പിൾ സ്റ്റോൺസ് കാണാം, റേഡിയോ ലുസെന്റ് ആണ്. സ്മൂത്ത്, ഹാർഡ്, യെല്ലോയിഷ്, മൾട്ടിപ്പിൾ റേഡിയോ ലുസെന്റ് സ്റ്റോൺസ്. ഇനി സിസ്റ്റീൻ സ്റ്റോൺസ്. ഈ സിസ്റ്റീൻ സ്റ്റോൺസ് സിസ്റ്റിന്യൂറിയ ഉള്ള സമയത്ത്, അതായത് ഡിഫക്റ്റീവ് റിസോർപ്ഷൻ ഓഫ് സിസ്റ്റീൻ ഫ്രം റീനൽ ട്യൂബ്യൂൾസിന് സിസ്റ്റീന്റെ ഡിഫക്റ്റീവ് അബ്സോർപ്ഷൻ
കാരണമാണ് സിസ്റ്റിന്യൂറിയ ഉണ്ടാകുന്നത്. ഇതൊരു ഓട്ടോസോമൽ റെസീവ് കണ്ടീഷൻ ആണ്. ഇത് അസിഡിക് യൂറിനകത്താണ് ഈ സിസ്റ്റിൻ സ്റ്റോൺസ് കാണുന്നത്. അതും സോഫ്റ്റ് ആണ്, യെല്ലോ ആണ്, റേഡിയോ ഒപ്പേക്ക് ആണ്. സോഫ്റ്റ് യെല്ലോ റേഡിയോ ഒപ്പേക്ക് സ്റ്റോൺസ് ആണ് സിസ്റ്റിൻ സ്റ്റോൺസ്. ഇനി അടുത്ത സ്റ്റോൺസ് ആണ് ക്സാന്തിൻ സ്റ്റോൺസ്. ഇതൊക്കെ റെയർ സ്റ്റോൺസ് ആണ് താഴോട്ടുള്ളത്. ക്സാന്തിൻ സ്റ്റോൺസ് ഇതൊരു സ്മൂത്ത് ആണ്, ബ്രിക്ക് റെഡ് കളറുള്ള സ്മൂത്ത്. ഇത് സാന്തിൻ ഓക്സിഡൈസ് എൻസൈമിന് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ സാന്തിൻ മെറ്റബോളിസം ഇമ്പയർ ആവുന്നു. അങ്ങനെയുള്ള സ്റ്റോൺസ് ആണ് സാന്തിൻ സ്റ്റോൺസ്. സ്മൂത്ത് ആണ്, ബ്രിക്ക് റെഡ് ആണ്. ഇനി അടുത്തത് സ്ട്രുവൈറ്റ് കിഡ്നി സ്റ്റോൺ. ഇതൊരു ട്രിപ്പിൾ സ്റ്റോൺ ആണ്. അതായത് ഈ മഗ്നീഷ്യം, അമോണിയം ഫോസ്ഫേറ്റ് കാർബണേറ്റ്സുമായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു സ്റ്റോൺ ആണ് സ്ട്രുവൈറ്റ് കിഡ്നി സ്റ്റോൺ. മഗ്നീഷ്യം, അമോണിയം ഫോസ്ഫേറ്റ് മിക്സ്ഡ് വിത്ത് കാർബണേറ്റ്. പിന്നെ ഒരു റെയർ സ്റ്റോൺസ് ആണ് യൂറേറ്റ് സ്റ്റോൺസും ഇൻഡിഗോ സ്റ്റോൺസും. ഇൻഡിഗോ സ്റ്റോൺസ് ഒരു ബ്ലൂ കളറിൽ. അപ്പൊ ഇത്രയാണ് 8 ടൈപ്പ് ഓഫ് സ്റ്റോൺസ്, 8 ടൈപ്പ് ഓഫ് കിഡ്നി സ്റ്റോൺസ്. ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ് സ്റ്റോൺസ്, യൂറിക് ആസിഡ് സ്റ്റോൺസ്, സിസ്റ്റിൻ സ്റ്റോൺസ്, സാന്തിൻ സ്റ്റോൺസ്, സ്ട്രുവൈറ്റ് സ്റ്റോൺസ്, യൂറേറ്റ് സ്റ്റോൺസ്, അതുപോലെ തന്നെ ഇൻഡിഗോ സ്റ്റോൺസ്. ഹലോ മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? ഇല്ല. അല്ലടാ പറഞ്ഞു. ഇനി ടൈപ്സ് പറയണ്ടല്ലോ. ഹലോ വേണ്ട. ഇനി അടുത്തത് ഷേപ്സ് ഓഫ് സ്റ്റോൺസ് ക്രിസ്റ്റൽസ് ഇൻ യൂറിൻ. ഈ യൂറിനകത്ത് ഓരോ സ്റ്റോൺ ക്രിസ്റ്റൽസിന് ഓരോ ഷേപ്പ് ആയിരിക്കും. അത് ചുമ്മാ ടെക്സ്റ്റിനകത്ത് പറയുന്നോണ്ട് പറയുന്നതാ. ഇത് കാണുമ്പം കാൽസ്യം മോണോ ഹൈഡ്രോക്സൈഡ് ക്രിസ്റ്റൽസ് ഒരു ഡംബൽ ഷേപ്പിലായിരിക്കും. ഇത് കണ്ടോ, ഡംബൽ ഷേപ്പ്. ഡംബൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ് ആയിരിക്കും കാൽസ്യം മോണോഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഓക്സലേറ്റ്, മോണോഹൈഡ്രോക്സൈഡ് ഓക്സലേറ്റ് ഒരു ഡംബൽ ഷേപ്പ് ആയിരിക്കും. ഇനി കാൽസ്യം ഓക്സൈഡ് ഡൈഹൈഡ്രേറ്റിനാണെങ്കിൽ ഒരു എൻവലപ്പ് ഷേപ്പ് ആയിരിക്കും. കണ്ടോ, ഒരു എൻവലപ്പ് ഷേപ്പ്, കാൽസ്യം ഓക്സൈഡ് ഡൈഹൈഡ്രോക്സൈഡ്. ഇനി യൂറിക് ആസിഡിനാണെങ്കിൽ ഇതൊരു മൾട്ടിപ്പിൾ ക്രിസ്റ്റൽസ് ആണ്, പല ഷേപ്പിലുള്ള ക്രിസ്റ്റൽസ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ യെല്ലോ കളറിലുള്ള ക്രിസ്റ്റൽസ് ആണ്. യൂറിനകത്ത് യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ് യെല്ലോ കളർ ആയിരിക്കും, യെല്ലോ കളർ. ഇത്രേ ഉള്ളൂ. ഇനി ട്രിപ്പിൾ സ്റ്റോൺസ് നമ്മൾ പറഞ്ഞല്ലോ, സ്ട്രുവൈറ്റ് സ്റ്റോൺസ് എന്ന്. സ്ട്രുവൈറ്റ് സ്റ്റോൺസിന്റെ യൂറിനകത്തുള്ള അപ്പിയറൻസ് ഒരു കഫിൻ ലിഡ് ഷേപ്പ് ആയിരിക്കും. ഇത് കണ്ടില്ലേ, ഒരു കഫിന്റെ ലിഡ് പോലെ തോന്നിക്കും. അപ്പം ഷേപ്പ് ഓഫ് സ്റ്റോൺ ക്രിസ്റ്റൽസ് ഇൻ യൂറിൻ ടെക്സ്റ്റിന്റെ അകത്തുള്ളതാണ്. കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിന് ഒരു ഡംബൽ ഷേപ്പ് ആയിരിക്കും. കാൽസ്യം ഓക്സലേറ്റ് ഡൈഹൈഡ്രേറ്റ് എൻവലപ്പ് ഷേപ്ഡ്. യൂറിക് ആസിഡ് യെല്ലോയിഷ് ഓഫ് വേരിയിങ് സൈസ് ആൻഡ് ഷേപ്പ്. സിസ്റ്റിൻ ആണെങ്കിൽ ഹെക്സഗണൽ ഷേപ്പ് ആയിരിക്കും. ട്രിപ്പിൾ സ്റ്റോൺ കഫിൻ ലിഡ് ഷേപ്ഡ്. സിസ്റ്റിന്റെ ക്രിസ്റ്റൽസ് ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഒരു ഹെക്സഗൺ ഷേപ്ഡ് ക്രിസ്റ്റൽ. ഇതാണ് സിസ്റ്റിന്റെ ക്രിസ്റ്റൽസ്. അത് പറഞ്ഞു ഷേപ്പ് ഓഫ് സ്റ്റോൺസ് ഇൻ യൂറിൻ. ഇനി അടുത്തത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ പെയിൻ പറയണം. റീനൽ പെയിൻ, ഒരു നമ്മുടെ ഹൈപ്പോകോൺഡ്രിയം അല്ലെങ്കിൽ ലംബാർ റീജിയനകത്ത് പെയിൻ കാണും, റീനൽ പെയിൻ. ഈ പെയിൻ എന്ന് വെച്ചാൽ വേഴ്സൺസ് വിത്ത് മൂവ്മെന്റ് സമയത്ത് പെയിൻ വേഴ്സൺ ചെയ്യും. അതുപോലെ തന്നെ ഈ പെയിൻ ആണെങ്കിൽ ഓഫൺ ഗ്രോയിനിലോട്ടോ അല്ലെങ്കിൽ മെയിൽസിനകത്താണെങ്കിൽ ടെസ്റ്റിസിലോട്ട് റേഡിയേറ്റ് ചെയ്യും. ഇതാണ് റീനൽ പെയിൻ. സെക്കൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വോമിറ്റിംഗ്, പെയിൻ, വോമിറ്റിംഗ്, ഹെമറ്റൂറിയ, ബ്ലഡ് ഇൻ യൂറിൻ, അതുപോലെ തന്നെ പയൂറിയ, പസ് ഇൻ യൂറിൻ. പിന്നെ ഫീവർ കാണും. ടെൻഡർനെസ് ലോയിനകത്ത് നമ്മൾ ഇങ്ങനെ പാൽപേറ്റ് ചെയ്യുന്ന സമയത്ത് ടെൻഡർനെസ് കാണും. അതുപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പാൽപ്പബിൾ മാസും കിട്ടും. ബൈമാനുവലി പാൽപ്പബിൾ ബലോട്ടബിൾ സ്മൂത്ത് മാസ് കിട്ടും ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ടെങ്കിൽ. പിന്നെ യൂറ്റിയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ പറയാം. പെയിൻഫുൾ മിച്ചുറേഷനും ഫീവറും ചിൽസ് റൈഗർ അതൊക്കെ പറയാം ഇതിന്റെ കൂടെ തന്നെ. പിന്നെ ചിലർക്ക് ഹൈപ്പർ ടെൻഷനും കൂടെ കാണും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ റീനൽ പെയിൻ പറയണം, പിന്നെ വോമിറ്റിംഗ്, ഹെമറ്റൂറിയ, പയൂറിയ, ഫീവർ കാണും, ടെൻഡർനെസ്, അതുപോലെ പാൽപ്പബിൾ മാസ്, ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ടെങ്കിൽ. പിന്നെ യൂറ്റിയുടെ ഫീച്ചേഴ്സ് ഹൈപ്പർ ടെൻഷൻ. ഇനി അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് സാധാരണ അറിയാവുന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷൻ.
ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, ബ്ലഡിനകത്ത് ESR, സെറം കാൽസ്യം നോക്കണം, ഫോസ്ഫേറ്റ് നോക്കണം, ക്രിയാറ്റിൻ നോക്കണം, പാരാതൈറോയ്ഡ് ഹോർമോൺ ലെവൽസ് ഒക്കെ നോക്കണം. ഇതാണ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ. അടുത്തത് യൂറിൻ നോക്കണം. യൂറിനകത്ത് കാൽസ്യം നോക്കണം, യൂറേറ്റ് നോക്കണം, യൂറിക് ആസിഡ് നോക്കണം, സിസ്റ്റിൻ നോക്കണം, pH, അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ നോക്കണം. അപ്പൊ യൂറിൻ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നോക്കണം. ഇനി പ്ലെയിൻ എക്സ്റേ, KUB എക്സ്റേ, റേഡിയോഗ്രാഫ്സ് എടുക്കണം. പ്ലെയിൻ എക്സ്റേയും KUBയും. പിന്നെ IVU എന്ന് വെച്ചാൽ ഇൻട്രാവീനസ് യൂറോഗ്രാം അല്ലെങ്കിൽ പൈലോഗ്രഫി, കോൺട്രാസ്റ്റ് ഉപയോഗിച്ചിട്ട് റേഡിയോഗ്രാഫ് എടുക്കാം. RGP റിട്രോഗ്രേഡ് പൈലോഗ്രഫി. പിന്നെ അൾട്രാസൗണ്ട് അബ്ഡമൻ എടുക്കാം. എന്തെങ്കിലും മാസോ ലിഷൻസോ ഒക്കെ കാണുക അറിയാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് അബ്ഡമൻ എടുക്കാം. പിന്നെ യൂറിൻ അനാലിസിസ്, കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യാം, യൂറിനകത്ത് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ. പിന്നെ കുഞ്ഞ് മാസ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് CT സ്കാനും ചെയ്യാം. അപ്പം സാധാ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ പറഞ്ഞാൽ മതി. ഇനി അടുത്തത്, ഇത് ഒരു പ്ലെയിൻ എക്സ്റേ KUB. ഇവിടെ ആണെങ്കിൽ ബൈലാറ്ററൽ സ്റ്റോൺസ് കാണാം. കണ്ടോ, ബൈലാറ്ററൽ സ്റ്റോൺസ്. പ്ലെയിൻ എക്സ്റേ KUB. ഇനി ഇതും KUB തന്നെയാണ്. ഫസ്റ്റിനകത്താണെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റോൺസ്, റൈറ്റ് കിഡ്നിക്കകത്ത് മൾട്ടിപ്പിൾ സ്റ്റോൺസ് ആണ്. ഇതാണ് മൾട്ടിപ്പിൾ സ്റ്റോൺസ്. പിന്നെ ഇതിനകത്താണെങ്കിൽ 2 സ്റ്റോൺ കാണാം. നമ്മുടെ കിഡ്നിക്കകത്ത് ഒരു സ്റ്റോണും കാണാം, ബ്ലാഡറിനകത്ത് സ്റ്റോണും കാണാം. ഇത് കിഡ്നിയിലുള്ള സ്റ്റോണ്, ഇത് ബ്ലാഡറിന്റെ അകത്തുള്ള സ്റ്റോൺസ്. അപ്പൊ 2 സ്റ്റോൺസ് കാണാം. ഹലോ, കേൾക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഇനി അടുത്തത് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത്രയും അങ്ങ് എടുത്തു. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ESWL, എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി. എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി, ESWL. ഇതിനകത്ത് വെച്ചാൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഷ്യന്റിന് ഒരു വാട്ടർ ബാത്ത് അല്ലെങ്കിൽ ഒരു വാട്ടർ കുഷൻ ഒരു മീഡിയത്തിനകത്ത് കിടത്തിയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഷോക്ക് വേവ്സ് പാസ് ചെയ്യും. ഇലക്ട്രോമാഗ്നറ്റിക് ഷോക്ക് വേവ്സ് പാസ് ചെയ്യുമ്പോൾ ഈ വേവ്സ് പോയിട്ട് ഈ സ്റ്റോൺസിനെ ഫ്രാഗ്മെന്റ് ചെയ്യും. അതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഇതിനകത്ത് വെച്ചാല് പീസോ സെറാമിക് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഷോക്ക് വേവ്സ് പാസ് ചെയ്യും പേഷ്യന്റിനകത്തോട്ട്. വാട്ടർ ബാത്ത് അല്ലെങ്കിൽ വാട്ടർ കുഷൻ ആക്ടേഴ്സ് മീഡിയം. ഒരു സെക്കൻഡിൽ മാക്സിമം 2 സ്ട്രോക്സ് ആണ് പാസ് ചെയ്യുന്നത്, ഷോക്സ് 2 per second. അങ്ങനെ ഒരു സ്റ്റോൺ നമ്മൾ ഫ്രാഗ്മെന്റ് ചെയ്യണമെങ്കിൽ ഒരു 1000 to 4000 ഷോക്സ് എങ്കിലും വേണം. ഇതിനകത്ത് നമ്മൾ ഫ്രാഗ്മെന്റ് ചെയ്യാൻ കൊടുക്കുന്ന ഇൻസ്ട്രുമെന്റ് പറയുന്നത് ഒരു ഡോർണിയർ ലിത്തോട്രിഫർ. എന്നിട്ട് നമ്മൾ ഈ സ്റ്റോൺ ലൊക്കേറ്റ് ചെയ്തെന്ന് വെച്ചാല് ഒരു ഫ്ലൂറോസ്കോപ്പ് അല്ലെങ്കിൽ ഒരു CM ഗൈഡൻസ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റോൺസിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കൊടുത്തിട്ട് ഇതിനെ ഫ്രാഗ്മെന്റ് ആക്കുന്നത്. ഈ ഫ്രാഗ്മെന്റ് ആക്കിയത് ഫ്ലഷ് ഔട്ട് ചെയ്ത് അങ്ങ് പോയിക്കോളും. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് അതിന്റെ ആ പ്രൊസീജിയർ. ഒരു വാട്ടർ ബാത്ത് അല്ലെങ്കിൽ ഒരു വാട്ടർ കുഷൻ പോലുള്ള സംഭവത്തിനകത്തോട്ട് പേഷ്യന്റിനെ കിടത്തും. ഇതാണ് സിയാം. ഈ സിയാം വെച്ചിട്ട് ഇതിനകത്ത് സിയാമിൽ കൂടെ ഈ എക്സ്റേ ബീംസ് ഇങ്ങനെ പാസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു മോണിറ്ററിനകത്തോട്ട് ഫ്ലൂറോസ്കോപ്പ് ഇമേജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കറക്റ്റ് സ്റ്റോൺസ് എവിടെയാണെന്ന് ഇതിൽ കൂടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതാണ് EM വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പാസ് ചെയ്യുന്നത് ഇതിനകത്ത് കൂടെ ആയിരിക്കും. മനസ്സിലായോ? ഹലോ ഹലോ ഇതാണ് ആ ESWL പ്രൊസീജിയർ ആണ്. നമ്മൾ ടെക്സ്റ്റിലെ ഫിഗർ ആണ് കാണിച്ചേക്കുന്നത്. ആ മെഷീനും പേഷ്യന്റ് നടക്കുന്നതും ഒക്കെ. ഷോക്ക് വേവ്സ് ഇത് കണ്ടോ, ഇത് ഒരു യുറേറ്ററിനകത്തുള്ള സ്റ്റോണിനെ ഷോക്ക് വേവ്സ് വന്നിട്ട് ഫ്രാഗ്മെന്റ് ചെയ്യുന്നത്, യുറേറ്ററിനകത്തുള്ളത്. ഇത് കിഡ്നിക്ക് സ്റ്റോൺസിനെ EM വേവ്സ് ലൈസിസ് ചെയ്യുന്നത്, ഫ്രാഗ്മെന്റ് ചെയ്യുന്നത്. ഈ ഫ്രാഗ്മെന്റ് ആക്കിയ സംഭവം യുറേറ്ററിൽ കൂടെ യൂറിനിൽ കൂടെ അങ്ങ് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. സ്മോൾ പീസസ് പാസ് ടു ദ യൂറിനറി ട്രാക്ട്.
ഇതാണ് ESWL. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കൊടുത്തിട്ട് ഫ്രാഗ്മെന്റ് ആക്കി കളയുന്നു. നെക്സ്റ്റ് പ്രൊസീജിയർ ആണ് PCML, പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി. പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്ന് വെച്ചാൽ ഒരു 2.5 സെന്റിമീറ്ററിനകത്ത് കൂടുതലുള്ള വലിയ സൈസുള്ള സ്റ്റോൺ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റോൺസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ESWL പ്രൊസീജിയർ ഇല്ലയോ അത് ചെയ്തിട്ട് മാറാത്ത സ്റ്റോൺസ്, അങ്ങനത്തെ ഉള്ള സ്റ്റോണിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു സിസ്റ്റോസ്കോപ്പ് വെച്ചിട്ട് ബ്ലാഡർ ഒക്കെ നോക്കും, അതുപോലെ തന്നെ കത്തീറ്റർ ഇടും, എന്നിട്ട് ഒരു CM ഗൈഡൻസ്, പഴയ പോലെ തന്നെ ഒരു CM ഗൈഡൻസ് വെച്ചിട്ട് റീനൽ പെൽവിക് കാൽസ്യം സിസ്റ്റം, അതായത് കിഡ്നിയും യുറേറ്റർ എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ലോയിനകത്ത് ഒരു നീഡിൽ പങ്ക്ചർ, പെർക്യൂട്ടേനിയസിൽ ഒരു പങ്ക്ചർ ഉണ്ടാക്കിയിട്ട് നമ്മൾ കിഡ്നിക്കകത്തോട്ട് അപ്രോച്ച് ചെയ്യും. എന്നിട്ട് കിഡ്നിയിൽ നിന്ന് കാലിക്സും പെൽവിസും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു ഗൈഡ് വയർ പാസ് ചെയ്യും. ഇതിനകത്ത് കാണാൻ പറ്റും സ്കിന്നിൽ ഒരു പെർക്യൂട്ടേനിയസ് ഇൻസിഷൻ ഇട്ടിട്ട് ഒരു ഗൈഡ് വയർ പാസ് ചെയ്യും. എന്നിട്ട് ഒരു നെഫ്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോയിട്ട് ആ സ്റ്റോൺസിനെ നമ്മൾ അതിന്റെ അകത്ത് കൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് സ്കിന്നിനകത്ത് ഇൻസിഷൻ ഇട്ടിട്ട് നമ്മൾ ഗൈഡ് വയർ പാസ് ചെയ്യും. ഗൈഡ് വയറിന്റെ അകത്തൂടെ നെഫ്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ കിഡ്നി സ്റ്റോണിനെ ഇതിനകത്ത് കൂടെ എടുക്കുകയാണ്. ഒന്നുകിൽ ന്യൂമാറ്റിക് എയർ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ച്, എങ്ങനെയെങ്കിലും നമ്മൾ കിഡ്നി സ്റ്റോണിനെ ഈ നെഫ്രോസ്കോപ്പിനകത്തോട്ട് എടുക്കുക. അങ്ങനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്രോപ്സി. ാണ് പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്ത്. ഈ ഇൻസിഷൻ സൈറ്റ് വേണമെങ്കിൽ നമുക്ക് പോസ്റ്റീരിയർലി, സബ് കോസ്റ്റലി പോസ്റ്റീരിയർലി കൂടെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ലോയിനില് സൈഡ് ഓഫ് ദ അബ്ഡോമനിൽ ഇൻസിഷൻ ഇട്ടിട്ട് നമുക്കിത് ചെയ്യാം. അതാണ് പെർക്യൂട്ടേനിയസ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫിഗർ. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഹെമറേജ്, അതുപോലെ തന്നെ കളക്ടിംഗ് ഡക്റ്റിന് വേണമെങ്കിൽ പെർഫറേഷൻ ഉണ്ടാക്കാം. അപ്പം അവിടെയുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്ക് ചെയ്ത് പോകാനുള്ള കോംപ്ലിക്കേഷൻസ്. പിന്നെ കൊളോണ, പ്ലൂറ അങ്ങനത്തെ അഡ്ജസ്റ്റന്റ് സ്ട്രക്ചേഴ്സിന് വേണമെങ്കിൽ ഇഞ്ചുറി ഉണ്ടാക്കാം. ഇതാണ് കോംപ്ലിക്കേഷൻസ്. ഇനി അടുത്തത് പറയുന്നത് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ആണ്, ഫ്ലഷ് തെറാപ്പി. അതായത് കുറെ ഫ്ലൂയിഡ്സ് കൊടുത്തിട്ട് യൂറിനിൽ കൂടെ സ്റ്റോൺസ് പോകുന്നതാണ് ഫ്ലഷ് തെറാപ്പി. ഇതിനകത്ത് എന്തോ ഒരു സെലറി ജ്യൂസ് എന്തോ ഗൂഗിൾ ചെയ്തപ്പോ അങ്ങനെ എന്തോ ജ്യൂസ് ഒക്കെ കൊടുക്കുന്നു പറയുന്നത് കേട്ടു. ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടിയിട്ട് ചെയ്യുന്നതാണ് ഫ്ലഷ് തെറാപ്പി. പിന്നെ IV ഫ്ലൂയിഡ്സ് കൊടുക്കാം. പിന്നെ ഇഞ്ചക്ഷൻ ഫ്രൂസമൈഡ് ഒരു 60 to 80 mg IV ഇഞ്ചക്ഷൻ ഫ്രൂസമൈഡ്. പിന്നെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സ്, ആന്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആന്റി സ്പാസ്മോഡിക് ഏജൻസ്. ഇനി നമ്മൾ ഈ ESWL അല്ലെങ്കിൽ പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്രിപ്സി ചെയ്തിട്ടും പോകാത്ത വലിയ സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സർജറിയാണ് ചെയ്യുന്നത്. അപ്പം സർജറി കുറെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫിഗറിനകത്ത് മനസ്സിലാക്കാം സർജറി. ആദ്യത്തെ ഫസ്റ്റത്തെ സർജറിയാണ് പൈലോലിത്തോട്ടമി. ഇതെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ റീനൽ പെൽവിസിൽ ഒരു മാസ് ഇരിക്കുകയാണ്. ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലോയിനിൽ അല്ലെങ്കിൽ പോസ്റ്റീരിയറിൽ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് നമ്മൾ കിഡ്നിയിൽ കയറുക. എന്നിട്ട് പെൽവിസിനകത്തൊരു ഇൻസിഷൻ ഉണ്ടാക്കി, ഈ പെൽവിസിന്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് കിഡ്നി സ്റ്റോൺ റിമൂവ് ചെയ്യുക. അതാണ് പൈലോലിത്തോട്ടമി. ഇനി രണ്ടാമത്തെ വെച്ചാൽ എക്സ്റ്റെൻഡഡ് പൈലോലിത്തോട്ടമി. ഈ എക്സ്റ്റെൻഡഡ് പൈലോലിത്തോട്ടമിയിൽ എന്ന് വെച്ചാൽ ഇൻട്രാ റീനൽ പെൽവിസിനാണ് സ്റ്റോൺ ഇരിക്കുന്നത്, അതായത് കുറച്ചുകൂടെ അകത്താണ് സ്റ്റോൺ ഇരിക്കുന്നത്. അപ്പൊ നമ്മള് ഇൻസിഷൻ ഇടുന്ന വെച്ചാൽ ഹൈലത്തില് ഒരു ആ ജംഗ്ഷനിൽ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് സ്റ്റോൺ റിമൂവ് ചെയ്യും. ഹൈലത്തിൽ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് സ്റ്റോൺ റിമൂവ് ചെയ്യും. ഇതാണ് എക്സ്റ്റെൻഡഡ് പൈലോലിത്തോട്ടമി. ഇനി നെക്സ്റ്റ് ആണ് നെഫ്രോലിത്തോട്ടമി. നെഫ്രോലിത്തോട്ടമി എന്ന് വെച്ചാല് കാലിസ്, അതായത് കുറച്ചുകൂടി ഉള്ളിലോട്ട് കാലിസിന്റെ ഒക്കെ അടുത്താണ് ഒരു സ്റ്റോൺ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഇൻസിഷൻ ഇടുന്നതെന്ന് വെച്ചാല് ഈ കിഡ്നിയുടെ മോസ്റ്റ് കോൺവെക്സ് സർഫസ് ഉണ്ടല്ലോ, അവിടെ ആയിട്ട് ഒരു ഇൻസിഷൻ ഇടും. അതാണ് ബ്രോഡൽസ് ലൈൻ എന്ന് പറയുന്നത്. ആ ബ്രോഡൽസ് ലൈനിൽ കൂടെ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ സ്റ്റോൺ റിമൂവ് ചെയ്യും. അതാണ് നെഫ്രോലിത്തോട്ടമി.
ഇനി നെക്സ്റ്റ് ആണ് നെഫ്രോപൈലോലിത്തോട്ടമി. അതായത് നെഫ്രോലിത്തോട്ടമിയും പൈലോലിത്തോട്ടമിയും ഒരുമിച്ച് ചെയ്യുന്ന പ്രോസസ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ സ്റ്റാക്ക് ഹോൺ കാൽക്കുലസ് ഒരു വലിയ സ്റ്റോൺ ഒക്കെ ഉള്ളപ്പോഴാണ് ഇത് ചെയ്യുന്നത്. വലിയ സ്റ്റോൺ. ഇപ്പൊ ഇവിടെ നിന്ന് വെച്ചാൽ നമ്മൾ 2 ഇൻസിഷൻ ഇടും. ഒരെണ്ണം പെൽവിസിന്റെ അകത്തും ഒരു ഇൻസിഷൻ ഇടും, മറ്റേത് ബ്രോഡൽ ലൈൻ, അതായത് ആ മോസ്റ്റ് കോൺവെക്സ് സർഫസ് ഉണ്ടല്ലോ കിഡ്നിയുടെ അവിടെ, അങ്ങനെ 2 ഇൻസിഷൻ ഇട്ടിട്ട് ഈ വലിയ സ്റ്റോൺ റിമൂവ് ചെയ്യും. അതായത് 2 ഇൻസിഷനിൽ കൂടാണ് ഇവിടെ സ്റ്റോൺ റിമൂവ് ചെയ്യുന്നത്. അതാണ് നെഫ്രോപൈലോലിത്തോട്ടമി. ഇനി അടുത്തത് പാർഷ്യൽ നെഫ്രെക്ടമി. പാർഷ്യൽ നെഫ്രെക്ടമി വെച്ചാൽ കുറെ മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഒരു പോളിൽ, ഒരു പ്രത്യേകിച്ച് ലോവർ പോളിൽ, ഒരു പോളിൽ കുറെ സ്റ്റോൺസ് ഇങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഇങ്ങനെ കെട്ടിക്കിടക്കുവാണെങ്കിൽ നമ്മൾ അത്രയും ഭാഗം കിഡ്നിയുടെ കട്ട് ചെയ്ത് കളയും. അതാണ് പാർഷ്യൽ നെഫ്രെക്ടമി. അടുത്തതാണ് കൊയാഗുലം പൈലോലിത്തോട്ടമി. ഈ കൊയാഗുലം പൈലോലിത്തോട്ടമിക്കകത്ത് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കൊയാഗുലം ഒരു ഫൈബ്രിനോജൻ അടങ്ങുന്ന ഒരു കൊയാഗുലം നമ്മൾ ഈ റീനൽ പെൽവിസിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ഈ റീനൽ പെൽവിസിനകത്തോട്ട് ഈ കൊയാഗുലം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റോൺസ് എല്ലാം കൂടെ ഒരു മാസ് പോലെ എൻറ്റാങ്കിൾ ചെയ്ത് കെട്ടി നിൽക്കും. ഒരു മാസമായിട്ട് എൻറ്റാങ്കിൾ ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മൾ ഈ മാസിനെ അതുപോലെ തന്നെ റിമൂവ് ചെയ്ത് കളയും. അതാണ് കൊയാഗുലം പൈലോലിത്തോട്ടമി. അതുപോലെ ഇനി 2 പ്രൊസീജിയർ പറയുന്നുണ്ട്. ബെഞ്ച് സർജറി. ബെഞ്ച് സർജറി എന്ന് വെച്ചാല് നമ്മള് മൊത്തത്തിൽ ഇൻസിഷൻ ഇട്ട് ഓപ്പൺ ചെയ്തിട്ട് കിഡ്നിനെ ഇങ്ങനെ വെളിയിലെടുക്കും. കിഡ്നിയെ വെളിയിലെടുത്തിട്ട് ഒരു ഐസ് പാക്ക് അല്ലെങ്കിൽ ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ട് ബ്ലഡ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കിഡ്നിക്കകത്ത് തന്നെ സെർച്ച് ചെയ്യും സ്റ്റോൺ ഉണ്ടോന്ന്. അപ്പൊ മൾട്ടിപ്പിൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ആ സ്റ്റോൺ റിമൂവ് ചെയ്യും. തിരിച്ച് കിഡ്നി ഇലിയാക് ഫോസിൽ തന്നെ വെക്കും. ഇതാണ് ബെഞ്ച് സർജറി. കിഡ്നി റിമൂവ് ചെയ്തിട്ട് ഐസ് പാക്കിനകത്തോ ഇനേഴ്സിനകത്ത് വെച്ചിട്ട് സ്റ്റോൺ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് സ്റ്റോൺ റിമൂവ് ചെയ്യുക. അതാണ് ബെഞ്ച് സർജറി. ഇനി അടുത്തത് അനാട്രോഫിക് പൈലോലിത്തോട്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ. ഈ അനാട്രോഫിക് പൈലോലിത്തോട്ടമിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കിഡ്നിയെ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡ്നി എടുത്തിട്ട് ഐസ് പാക്ക് വെക്കും ഒരു 20 മിനിറ്റ്സ്. എന്നിട്ട് നമ്മൾ റീനൽ ആർട്ടറിയുടെ പോസ്റ്റീരിയർ ബ്രാഞ്ച് കണ്ടുപിടിച്ച് ക്ലാമ്പ് ചെയ്യും. ഒരു ബൾഡോഗ് ക്ലാമ്പ് എന്ന് പറഞ്ഞ ക്ലാമ്പ് വെച്ചിട്ട് അതിനെ ക്ലാമ്പ് ചെയ്യും. അത് റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചിനെ ക്ലാമ്പ് ചെയ്തു. അപ്പം ബ്ലഡ് സപ്ലൈ ഒക്കെ കുറച്ച് നേരത്തെ കുറയുമല്ലോ. എന്നിട്ട് മോസ്റ്റ് എവാസ്കുലർ, ഒട്ടും ബ്ലഡ് ഇല്ലാത്ത പ്ലെയിൻ നോക്കിയിട്ട് കിഡ്നി ഓപ്പൺ ചെയ്ത് സ്റ്റോൺ റിമൂവ് ചെയ്ത് കളയും. ഇതാണ് അനാട്രോഫിക് പൈലോലിത്തോട്ടമി. അതായത് അട്രോഫി കുറയ്ക്കാനായിട്ട് ചെയ്യുന്നതാണ്. റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചിന്, പോസ്റ്റീരിയർ ബ്രാഞ്ചിനെ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് കിഡ്നി സ്റ്റോൺ നോക്കിയിട്ട് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് കിഡ്നി വെക്കും ഇലിയാക് ഫോസിൽ തന്നെ. ഇതെന്ന് വെച്ചാല് ഒരു വലിയ സ്റ്റോൺ റിമൂവ് ചെയ്യുന്ന ഇതൊരു വലിയ സ്റ്റോൺ ആണ്. വലിയ സ്റ്റോൺ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള ഫിഗർ. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? കുറച്ചുണ്ടായിരുന്നു. ഒരു ഷോർട്ട് നോട്ട് ചോദിക്കാൻ പറ്റിയാണെങ്കിലും അത്യാവശ്യം ഉള്ള ഒരു ടോപ്പിക്കാ. എറ്റിയോളജി ഇനി പറയണോ? 5 മിനിറ്റ് ഉണ്ടോ? നോട്ടിച്ചിട്ടേ. ഓക്കെ. അപ്പം റീനൽ കാൽക്കുലസ് മെയിൽസിനകത്താണ് കോമൺ. എറ്റിയോളജി പറയുമ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ ഹോട്ട് ക്ലൈമറ്റ്, ഡിക്രീസ്ഡ് സിട്രേറ്റ് ലെവൽസ് ഇൻ യൂറിൻ, അതുപോലെ തന്നെ കിഡ്നിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നാൽ പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷൻ കാരണം ഡീകാൽസിഫിക്കേഷൻ, അങ്ങനെ ഹൈപ്പർ കാൽസിയൂറിയ ലീഡ്സ് ടു സ്റ്റോൺ ഫോർമേഷൻ, അതുപോലെ തന്നെ ഹൈപ്പർ പാരാതൈറോയിഡിസം, ഹൈപ്പർ ഓക്സാൽയൂറിയ, സിസ്റ്റിനൂറിയ, സ്റ്റാസിസ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഓഫ് യൂറിനറി ഫ്ലോ, പിന്നെ മെഡലറി സ്പോഞ്ചി കിഡ്നി, പിന്നെ 2 തിയറി, റാൻഡൽസ് പ്ലേഗ് തിയറിയും കാർസ് പോസ്ലേറ്റും, പിന്നെ കുറെ അതർ കണ്ടീഷൻസ്. ഇതൊക്കെയാണ് എറ്റിയോളജിക്കകത്ത് പറയുന്നത്. ഇനി സ്റ്റേജസ് ഓഫ് സ്റ്റോൺ ഫോർമേഷൻ. ഫസ്റ്റ് സ്റ്റേജ് സൂപ്പർ സാച്ചുറേഷൻ, പിന്നെ ന്യൂക്ലിയസ് ഫോർമേഷൻ, ക്രിസ്റ്റലൈസേഷൻ, അഗ്രിഗേഷൻ, മെട്രിക്സ് ഫോർമേഷൻ ആൻഡ് ഫൈനലി സ്റ്റോൺ ഫോർമേഷൻ. പിന്നെ ടൈപ്പ് ഓഫ് സ്റ്റോൺസ് 8 സ്റ്റോൺസിന്റെ കാര്യം പറയുന്നു. ഓക്സൈഡ് സ്റ്റോൺസ്, ഫോസ്ഫേറ്റ് സ്റ്റോൺസ്, ഫോസ്ഫേറ്റ് സ്റ്റോൺസിനകത്ത് തന്നെയാണ് സ്റ്റാക്ക് ഹോൺ സ്റ്റോൺസും, പിന്നെ യൂറിക് ആസിഡ് സ്റ്റോൺസ്, സിസ്റ്റിൻ സ്റ്റോൺസ്, സാന്തിൻ സ്റ്റോൺസ്, സ്റ്റുവൈറ്റ് സ്റ്റോൺസ്, യുറേറ്റ് സ്റ്റോൺസ്, ഇൻഡിഗോ സ്റ്റോൺസ്. പിന്നെ ഇതാണ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ്. പിന്നെ ഷെയ്ഡ്സ് ഓഫ് സ്റ്റോൺസ് ക്രിസ്റ്റൽസ് ഇൻ യൂറിൻ. അത് ഓർക്കാൻ പറ്റുവാണെങ്കിൽ ഓർത്ത് വെക്കുക.
അതിന്റെ ഷേപ്പ് ഓരോ ക്രിസ്റ്റൽസിന്റെ ഷേപ്പുകളെല്ലാം കൂടെ. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ പെയിൻ കാണും, റിയൽ പെയിൻ, വോമിറ്റിംഗ്, ഹെമറ്റ്യൂറിയ, പയൂറിയ, ഫീവർ, ടെൻഡർനെസ്, യൂറ്റിയുടെ ഫീച്ചേഴ്സ് ആണ്, ഹൈപ്പർ ടെൻഷൻ. ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ സാധാ ചെയ്യുന്ന ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, യൂറിൻ ഇൻവെസ്റ്റിഗേഷൻ, പ്ലെയിൻ എക്സ്റേ, KUB, പിന്നെ ഇൻട്രാവിയസ് പൈലോഗ്രാഫി, യൂറോഗ്രാം, RGP, അൾട്രാസൗണ്ട് അബ്ഡമൻ ചെയ്യാം, യൂറിൻ അനാലിസിസ്, കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി, CT സ്കാൻ ഇതൊക്കെ ചെയ്യാം. പിന്നെ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ പേരെങ്കിലും ഓർത്ത് വെക്കുക. ESWL, എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി, പിന്നെ PCNL, പെർക്യൂട്ടേനിയസ് നെഫ്രോ ലിത്തോട്രിപ്സി, പിന്നെ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ സർജറിക്കകത്തും കുറെ പേര് പൈലോ ലിത്തോട്ടമി, എക്സ്റ്റൻഡഡ് പൈലോ ലിത്തോട്ടമി, നെഫ്രോ ലിത്തോട്ടമി, നെഫ്രോ പൈലോ ലിത്തോട്ടമി, പാർഷ്യൽ നെഫ്രെക്ടമി, ബെൻ സർജറി, കൊയാഗുലം പൈലോലിത്തോട്ടമി, അനട്രോഫിക് പൈലോലിത്തോട്ടമി. ഇതിന്റെ കൂടെ തന്നെയാണ് സ്റ്റാഗ്ഹോൺ കാൽക്കുലസ്. അപ്പൊ സ്റ്റാഗ്ഹോൺ കാൽക്കുലസ് ആ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കുന്നെങ്കിൽ ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ആണ്, ലാർജ് സ്റ്റോൺസ് ആണ്. അതുപോലെ തന്നെ പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഇൻവെസ്റ്റിഗേഷൻ, ട്രീറ്റ്മെന്റ്, ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ എഴുതിയാൽ മതി. റിയൽ കാൽക്കുലസും സ്റ്റാഗ്ഹോൺ കാൽക്കുലസും ഏകദേശം ഒരുപോലെ രീതിയിൽ എഴുതാം. ഇത്രേ ഉള്ളു. കഴിഞ്ഞോ? ഓക്കെ.